നമസ്കാരം. സാധാരണയായി ഒരു നിയോജക മണ്ഡലത്തെ നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായിട്ടാണ്, അല്ലേ? പക്ഷേ നമുക്കതിനെ ഒരു പടികൂടി കടന്ന് അതിന് അതിന്റേതായ ഒരു ഹൃദയമിടിപ്പുള്ള ജീവസുറ്റൊരു സമൂഹമായി കാണാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ തിരൂർ നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക ആരോഗ്യത്തെക്കുറിച്ച് ആഴത്തിൽ ഒന്ന് പരിശോധിക്കാൻ പോകുകയാണ്. നമുക്ക് തുടങ്ങാം. കേരളത്തിന്റെ ഭൂപടത്തിലേക്ക് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്തായി നമുക്ക് തിരൂരിനെ കാണാം. തീരദേശത്തിന്റെ തിരക്കും ഉൾനാടൻ ഗ്രാമങ്ങളുടെ ശാന്തതയും ഒരുപോലെ ചേർന്ന ഒരിടം. ഇവിടുത്തെ മണ്ണിന്റെയും ഇവിടുത്തെ മനുഷ്യരുടെയും കഥയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തിരൂരിന്റെ സാമൂഹിക ഘടനയിലേക്ക് നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടത്തെ ജനസംഖ്യയുടെ 71.1% മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഇത് വെറുമൊരു കണക്കല്ല, ഇതാണ് ഇവിടത്തെ രാഷ്ട്രീയ ഭൂമികയുടെ അടിത്തറ. ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ഓരോ വോട്ടിലും ഈ സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ സ്വാധീനം കാണാൻ സാധിക്കും. ഈ വിശകലനത്തില് നമ്മൾ കടന്നുപോകാൻ പോകുന്ന വഴികളാണിത്. ഓരോ ഭാഗവും അടുത്തതിലേക്ക് നമ്മളെ നയിക്കും. അവസാനം തിരൂരിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രം നമ്മുടെ മുന്നിൽ തെളിയും. ശരി, ഇനി നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് കടക്കാം. ഓർക്കുക, ഈ അക്കങ്ങൾ കേവലം സംഖ്യകളല്ല, മറിച്ച് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് രേഖപ്പെടുത്തിയ ഒരു കഥയാണിവ പറയുന്നത്. 48.21%. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊരു വ്യക്തമായ വിജയമായി തോന്നാം, അല്ലേ? കുറുക്കോഴി മൊയ്തീന്റെ വിജയം ഉറപ്പിച്ച സംഖ്യ. പക്ഷേ ഈ ഒരൊറ്റ സംഖ്യ മാത്രം വെച്ച് നമുക്കൊരു നിഗമനത്തിലെത്താൻ സാധിക്കില്ല. കാരണം തൊട്ടു പിന്നാലെ വരുന്നു 43.98%. രണ്ടാം സ്ഥാനത്തെത്തിയ എതിർ സ്ഥാനാർത്ഥി നേടിയ വോട്ടാണിത്. ഈ രണ്ട് സംഖ്യകളും തമ്മിലുള്ള അകലം വളരെ വളരെ കുറവാണ്. ഈ ബാർ ചാർട്ട് നോക്കൂ. 82,314 വോട്ടുകളും 75,100 വോട്ടുകളും. കണ്ടില്ലേ, മത്സരം എത്രത്തോളം കടുത്തതായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ ചെറിയ ഭൂരിപക്ഷം വെറുമൊരു കണക്കല്ല, അത് ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഒരു പ്രധാന സൂചനയാണ്. ഒരു ചെറിയ വിഭാഗം വോട്ടർമാരുടെ ചിന്ത മാറിയാൽ പോലും തിരഞ്ഞെടുപ്പ് ഫലം മാറി മറിയാം എന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിലേക്ക് കടക്കാം. സിറ്റിംഗ് എംഎൽഎയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന്റെ ശക്തിയും ദൗർബല്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോ ഇതൊരു തന്ത്രപരമായ വിശകലനമാണ്. ഒരു വശത്ത് ശക്തമായ പാർട്ടി അടിത്തറയും എല്ലാവർക്കും അറിയാവുന്നൊരു മുഖമെന്നതും അദ്ദേഹത്തിന് വലിയ ശക്തിയാണ്. പക്ഷേ മറുവശത്ത് നോക്കൂ, ഭൂരിപക്ഷം കുറഞ്ഞുവരുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതിലും പ്രധാനമായി റോഡുകളും കുടിവെള്ള പദ്ധതികളും പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാത്തത് വലിയൊരു ദൗർബല്യമാണ്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് അത് ബാധിക്കുന്നത്. ആ അടിസ്ഥാന മൂല്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ശരി, ഇനി നമുക്ക് ഉയർന്ന തലത്തിലുള്ള തന്ത്രങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങി വരാം. വോട്ടർമാരുടെ ദൈനംദിന ജീവിതത്തിലെ ആശങ്കകളിലേക്ക്. കാരണം ഇവിടെയാണ് തിരഞ്ഞെടുപ്പുകൾ യഥാർത്ഥത്തിൽ ജയിക്കുന്നതും തോൽക്കുന്നതും. ജനങ്ങളുടെ ശബ്ദത്തിനാണ് ഏറ്റവും വലിയ വില. ഇതൊരു വ്യക്തിയുടെ മാത്രം ചോദ്യമല്ല. തിരൂരിലെ ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ന് മുഴങ്ങുന്നൊരു ചോദ്യമാണിത്. ഗൾഫിൽ നിന്നും പ്രതീക്ഷകളോടെ മടങ്ങിയെത്തുന്ന ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്ത അവസ്ഥ. അതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. വിലക്കയറ്റം എന്ന വലിയ ആശയം ഒരു സാധാരണ കുടുംബത്തിന്റെ അടുക്കളയിലെത്തുമ്പോൾ അതിങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. ദൈനംദിന ജീവിത ചെലവുകൾ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടും. സ്വാഭാവികമായും ഇത് അവരുടെ വോട്ടിംഗ് തീരുമാനങ്ങളെ നേരിട്ട് സ്വാധീനിക്കും. അപ്പോ ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മളിപ്പോ കേട്ട വ്യക്തിപരമായ സങ്കടങ്ങളെ വലിയ വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഉയർന്ന ജീവിത ചെലവിന് കാരണം സംസ്ഥാനത്തെ ഏകദേശം 7.3% വരുന്ന പണപ്പെരുപ്പമാണ്. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവരിൽ 70% പേർക്ക് തൊഴിലില്ല. ഗ്രാമങ്ങളിലെ മോശം റോഡുകളും വെള്ളത്തിന്റെ ദൗർലഭ്യവും ജനങ്ങളെ വളരെ നിരാശരാക്കുന്നുണ്ട്. വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നത് കർഷകരുടെ ഉപജീവന മാർഗത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഈ ഓരോ പരാതിയും രാഷ്ട്രീയമായി മുതലെടുക്കാൻ കഴിയുന്ന ദൗർബല്യങ്ങളായി മാറുന്നു. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇനി അവ പരിഹരിക്കാനുള്ള ഒരു തന്ത്രപരമായ മാർഗത്തിലേക്ക് കടക്കാം. ഇതിനെ മികച്ച ഭരണത്തിനുള്ള ഒരു കുറിപ്പടിയായി നമുക്ക് കാണാം. ഇതൊരു സങ്കീർണമായ തന്ത്രമാണ്. ഇതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. 4 മുഖങ്ങളുള്ള ഒരു സമീപനം.
1. തെറ്റായ പ്രചാരണങ്ങളെ ശക്തമായി വസ്തുതകൾ നിരത്തി പ്രതിരോധിക്കുക. 2. സ്ഥിരതയും സമാധാനപരമായ ഭരണവും ഉറപ്പാക്കുക. 3. ടെക് ഹബ്ബുകൾ പോലുള്ള പുതിയ ഭാവനാപൂർണമായ ആശയങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ടു പോവുക. 4. ജനങ്ങളുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കുന്ന ഒരു പരിചയായി മാറുക. ഈ 4 സമീപനങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സമഗ്രമായ രാഷ്ട്രീയ തന്ത്രം രൂപപ്പെടുന്നത്. ഒരു പ്രചാരണം എങ്ങനെ വിവിധ തട്ടിലുള്ള ജനങ്ങളുമായി സംസാരിക്കണമെന്നാണ് ഈ സ്ലൈഡ് കാണിക്കുന്നത്. യുവാക്കൾക്ക് വേണ്ടി തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുക, സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷാ ശില്പശാലകൾ നടത്തുക, കർഷകർക്ക് അവരുടെ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കുക, പ്രവാസികളെ പ്രചാരണത്തിന്റെ ഭാഗമാക്കുക, അതോടൊപ്പം സംസ്ഥാനത്തെ പ്രബല സമുദായ സംഘടനകളായ NSS, SNDP പോലുള്ളവയുടെ നേതാക്കളുമായി നേരിട്ട് സംവദിച്ച് അവരുടെ ആശങ്കകൾ മനസ്സിലാക്കുക. ഓരോ വിഭാഗത്തിനും അവരുടേതായ ആവശ്യങ്ങളുണ്ട്, അവയെ കൃത്യമായി അഭിസംബോധന ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ പരാതികൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ്. ശുദ്ധജല ദൗത്യം, മികച്ച റോഡ് റെയിൽ കണക്ടിവിറ്റി, പിന്നെ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്ന സ്കിൽ സ്റ്റാർട്ടപ്പ് ഹബ്ബുകൾ. ഇവ വെറും വാഗ്ദാനങ്ങളായി ഒതുങ്ങരുത്, മറിച്ച് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മൂർത്തമായ പരിഹാരങ്ങളായി മാറണം. എന്നാൽ ഈ തന്ത്രങ്ങളെല്ലാം ഫലപ്രദമാകണമെങ്കിൽ ജനങ്ങളുമായി ശക്തമായൊരു ബന്ധം ആവശ്യമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ആ ബന്ധം കെട്ടിപ്പടുക്കുന്നത് ഫോൺ കോളുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുമാണ്. ഇവിടെയാണ് വ്യക്തികളുടെ സ്വകാര്യത ഒരു പ്രധാന ഘടകമാകുന്നത്. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ സംരക്ഷണ നിയമങ്ങൾ പ്രകാരം ഓരോ വ്യക്തിയുടെയും സമ്മതമില്ലാതെ അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് നിയമപരമായൊരു കാര്യം മാത്രമല്ല, ജനങ്ങളോടുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭരണമെന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന, ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080420416002 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം,